ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ 2023-24 അധ്യയന വർഷത്തെ ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കേരള പാഠാവലിയുടെ വാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷം നടന്ന നിങ്ങളുടെ കേരള പാഠാവലിയുടെ ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നോക്കാം. പ്രവർത്തനം 1 എന്താണ് കൂട്ടുകാരെ? അതിന് മുമ്പ് കൂട്ടുകാർ എന്ത് ചെയ്യുക? നിർദ്ദേശങ്ങളൊക്കെ നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് പ്രവർത്തനം 1 നോക്കിയാലോ? വായിക്കാം, എഴുതാം. വിടർന്നു വരുന്ന ഒരു വാഴയുടെ കൂമ്പ് പോലെ ഞാൻ എൻ്റെ ചെറിയ കണ്ണുകൾ തുറന്ന് ചുറ്റുമുള്ള കാഴ്ചകൾ നോക്കി രസിക്കാൻ ആരംഭിച്ച കാലത്ത് ഒരു ദിവസം രാവിലെ സ്കൂളിൽ ചെന്നപ്പോൾ കേട്ടു, ഞങ്ങളുടെ ജാനമ്മ ടീച്ചർ സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പോകുന്നു. ആദ്യം ഞാനത് വിശ്വസിച്ചില്ല. എനിക്ക് അവരെ വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അമ്മുക്കുട്ടി കളവ് പറഞ്ഞതായിരിക്കും, അല്ലാതെ ജാനമ്മ ടീച്ചർ എവിടെയും പോവുകയില്ല. പോവുകയോ? നല്ല കഥ. എവിടേക്ക്? എന്തിന്? ഇനി അഥവാ പോവുകയാണെങ്കിൽ അതോർത്തപ്പോൾ സങ്കടം തോന്നി. സ്നേഹം നിറഞ്ഞ ഒട്ടേറെ അനുഭവങ്ങൾ ഓർമ്മിക്കുവാനുണ്ടായിരുന്നു എനിക്ക്. തിന്നുവാൻ പറ്റാത്ത ബിസ്ക്കറ്റ്, ടി പത്മനാഭൻ. ടി പത്മനാഭന്റെ തിന്നുവാൻ പറ്റാത്ത ബിസ്ക്കറ്റ് എന്ന കഥാഭാഗമാണ് നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ളത്, അല്ലേ? ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കിയാലോ? വിടർന്നു വരുന്ന വാഴയുടെ കൂമ്പ് എന്ന പ്രയോഗം എന്തിനെ സൂചിപ്പിക്കുന്നു? എന്തിനെയാണ്? ഓപ്ഷൻസ് നോക്കൂ. കണ്ണ്, പ്രഭാതം, കാഴ്ച. എന്തിനെയാണ് കൂട്ടുകാരെ വിടർന്നു വരുന്ന വാഴയുടെ കൂമ്പ് എന്ന പ്രയോഗം കൊണ്ട് സൂചിപ്പിക്കുന്നത്? അതെ, കണ്ണിനെയാണ്, അല്ലേ? ആൻസർ എന്താണ്? കണ്ണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എനിക്ക് അവരെ വളരെ ഇഷ്ടമായിരുന്നു. ആരെ? അമ്മുക്കുട്ടിയെ, ജാനമ്മ ടീച്ചറെ, വാഴകളെ. ആരെയായിരുന്നു അവർക്ക് വളരെ ഇഷ്ടം? അതെ, ജാനമ്മ ടീച്ചറെയാണ്, അല്ലേ? ആൻസർ എന്താണ്? ജാനമ്മ ടീച്ചറെ. ആദ്യം ഞാനത് വിശ്വസിച്ചില്ല. എന്ത്? അമ്മുക്കുട്ടി കളവ് പറഞ്ഞത്, ജാനമ്മ ടീച്ചർ പിരിഞ്ഞു പോകുന്നത്, ചുറ്റിനുമുള്ള കാഴ്ചകൾ കണ്ടത്. എന്താണ് കൂട്ടുകാരെ അവൾ അത് ആദ്യം വിശ്വസിക്കാതിരുന്നത്? യെസ്, എന്താണ്? ജാനമ്മ ടീച്ചർ പിരിഞ്ഞു പോകുന്നത്, അല്ലേ? എന്താണ്? ജാനമ്മ ടീച്ചർ പിരിഞ്ഞു പോകുന്നത്. ഓക്കെ, ഡി ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഡി ക്വസ്റ്റ്യൻ നോക്കൂ. അമ്മുക്കുട്ടി കളവ് പറഞ്ഞതായിരിക്കും എന്ന് ചിന്തിക്കാൻ കാരണം എന്തെന്നാണ്, അല്ലേ, ചോദിച്ചിട്ടുള്ളത്? എന്തായിരിക്കും? ജാനമ്മ ടീച്ചറെ ഇഷ്ടമായിരുന്നതിനാൽ, അമ്മുക്കുട്ടിയെ ഇഷ്ടമല്ലാത്തതിനാൽ, മറ്റാരും സ്നേഹിക്കാത്തതിനാൽ. ആൻസർ ഏതാണ്? അതെ, ജാനമ്മ ടീച്ചറിനെ ഇഷ്ടമായിരുന്നതിനാൽ. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. സ്നേഹം നിറഞ്ഞ ഒട്ടേറെ അനുഭവങ്ങൾ ഓർമ്മിക്കുവാനുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഓർമ്മിച്ചപ്പോൾ ഉണ്ടായ വികാരം എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്? സന്തോഷം, കാരുണ്യം, സങ്കടം. ഏതാണ്? അതേ, സങ്കടമാണല്ലേ. ആൻസർ എന്താണ്? സങ്കടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? നമുക്ക് പ്രവർത്തനം 2 എന്താണ്? ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണല്ലേ. നമുക്ക് നോക്കാം. കാറ്റിനോട് ഒരു കഥ കൂടി ചോദിച്ചറിയണമെന്നുണ്ട്. കടലിനൊപ്പം കരയണമെന്നും ആകാശത്തോടൊരു ആശ പറയണമെന്നും ആ ചില്ലയിലെ അണ്ണാറക്കണ്ണനോട് ഒരു പുതിയ പഴത്തിൻ്റെ രുചി അറിയണം. സ്ഫടികപാത്രത്തിലെ പരൽമീനുകളോട് പുഴയുടെ സ്വപ്നം അറിയണം. ഒറ്റയ്ക്കിരിക്കാൻ നേരമില്ലാത്തതിനാൽ, നാവിൽ നാട്ടുഭാഷ വിടരാത്തതിനാൽ ഓരോന്നും വഴിയിൽ ഉപേക്ഷിച്ച് ഞാൻ പറഞ്ഞു പോകുന്നു. അഭിരാമി. സാധ്യമെന്ത് എന്ന കവിതയിലെ ഈ വരികൾ നിങ്ങൾ ആസ്വദിച്ചല്ലോ. അറിയാനുള്ളത് എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ആസ്വാദനക്കുറിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ. ഓക്കെ, നമുക്ക് എഴുതാം ആൻസർ. ജീവിക്കാനുള്ള വേവലാതിയിൽ ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം മനുഷ്യർ ആസ്വദിക്കാതെ പോകുന്നതിനുള്ള കുറിച്ചുള്ള ദുഃഖമാണ് സാധ്യമെന്ത് എന്ന കവിതയിൽ അയ്യപ്പത്ത് പങ്കുവയ്ക്കുന്നത്. പൂക്കൾ നിറഞ്ഞ ചെടികളും പുല്ലുപായി വിരിച്ച താഴ്വരകളും താമരപ്പൂക്കൾ നിറഞ്ഞ കുളങ്ങളും മഴവിലെ ആകാശവും എല്ലാം നമുക്കായി കാഴ്ച വിരുന്നൊരുക്കി കാത്തിരുന്നിട്ടും നമ്മൾ ഒന്നും കാണുന്നില്ല. ഇതേ ആശയമാണ് അറിയാനുള്ളത് എന്ന കവിതയിലും പങ്കുവയ്ക്കുന്നത്. കാറ്റിനോട് കഥ പറയാനും കടലിനൊപ്പം കരയാനും അണ്ണാറക്കണ്ണനോട് പുതിയ പഴത്തിന്റെ രുചി അറിയാനും സ്ഫടികപാത്രത്തിലെ പരൽമീനുകളോട് അമ്മയുടെ സ്വപ്നം അറിയാനുമൊക്കെ ആഗ്രഹമുണ്ട്. എന്നാൽ സമയമില്ലാത്തതിനാൽ എല്ലാം വഴി ഉപേക്ഷിച്ച് പറഞ്ഞു പോവുകയാണ്. ജീവിത തിരക്കിടയിൽ നമുക്ക് ചുറ്റുമുള്ള സംഭവങ്ങളൊന്നും നാം അറിയുന്നില്ല. ജീവിത പ്രവാഹത്തിൽ പലതരം വേവലാതികളോട് നാം ഓടുകയാണ്. ജീവിതം ആസ്വദിക്കാതെ മരണം വരെ സംഘർഷം നിറഞ്ഞ മനസ്സായി ജീവിക്കുന്നതിൽ അർത്ഥമില്ലെന്ന കാഴ്ചപ്പാടാണ് ഈ കവിതയിലുള്ളത്. അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യുക? ഈ കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുക. ഓക്കെ, ബി ക്വസ്റ്റ്യൻ നോക്കൂ. ആകാശം എന്ന് അർത്ഥം വരുന്ന പദം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാനം, വാഹിനി, മുകിൽ എന്ന് നൽകിയിട്ടുണ്ട്. ഏതാണ് ആകാശം എന്നർത്ഥം വരുന്ന പദം? അതെ, വാനമാണ്, അല്ലേ?
then നമുക്ക് പ്രവർത്തനം 3 നോക്കാം. വിശകലന കുറിപ്പാണ് അല്ലേ. എല്ലാ കിണറും വറ്റിയിരിക്കുന്നു, കുളവും കൈത്തോടും പുഴയും വറ്റിയിരിക്കുന്നു. കടവിൽ കയറ്റി വെച്ചിരിക്കുന്ന കടത്തുവെള്ളത്തിന്റെ പിരിഞ്ഞ അമരത്ത് ഒന്നും ചെയ്യാനില്ലാതെ മുട്ടിനിടയിൽ തല തിരുകിയിരുന്ന കടത്തുകാരനെ ഞാൻ കണ്ടു. നദിക്കരയിലെ വരണ്ട മണലിന്റെ മുനകളിൽ അവന്റെ കണ്ണുകൾ ഉടക്കി കിടക്കുന്നു. ശാന്ത കടമെനിട്ട. പുഴകൾ വറ്റിയാൽ മനുഷ്യജീവിതം വറ്റുന്നു. മനുഷ്യവംശത്തിൽ നിന്നും സംസ്കാരം ഊർന്നു പോകുന്നു. പുഴകൾ ദേവതകൾ NP മുഹമ്മദ്. കടമെനിട്ട് അവതരിപ്പിക്കുന്ന പുഴയുടെ ദൈന്യതയും NP മുഹമ്മദിന്റെ അഭിപ്രായവും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ വിശകലന കുറിപ്പാണല്ലേ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് എഴുതാം. കുട്ടിക്കാലം മുതൽ തൻ്റെ ജീവിതവുമായി അടർത്തിയെടുക്കാൻ ആവാത്ത വിധം ബന്ധപ്പെട്ട് കിടക്കുന്ന കല്ലായി പുഴയെ ഓർമ്മിക്കുകയാണ് തൻ്റെ ലേഖനത്തിലൂടെ എഴുത്തുകാരനായ NP മുഹമ്മദ്. പുഴ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഒരു നാടിൻ്റെ സംസ്കാരമായി പുഴ മാറുന്ന കാഴ്ചയാണ് ഈ ലേഖനത്തിൽ MP മുഹമ്മദ് അവതരിപ്പിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കാനുള്ള കേരളം നദികളും തോടുകളും വയലുകളും മലകളും കൊണ്ട് മനോഹരവും സമ്പന്നവുമാണ്. ഈ രീതിയിൽ മനോഹരമായ നമ്മുടെ നാട്ടിലെ പുഴകൾ ഇന്ന് മാലിന്യ കൂമ്പാരങ്ങളായി നശിച്ചു കൊണ്ടിരിക്കുകയാണ്. വറ്റിവരണ്ട കടവിൽ കടത്തുവെള്ളം കയറ്റി വെച്ചിരിക്കുകയാണ്. മനുഷ്യന്റെ അനിയന്ത്രിതമായ ഇടപെടൽ പുഴയുടെ നാശത്തിലേക്കാണ് ഒഴുകുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഈ അഭിപ്രായങ്ങളെല്ലാം വിശകലനം ചെയ്ത് NP മുഹമ്മദിൻ്റെയും അതുപോലെ തന്നെ കടമെനിട്ട് അവതരിപ്പിക്കുന്ന പുഴയുടെ ദൈന്യതയും എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്ത് ഇതുപോലൊരു വിശകലനക്കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, B ക്വസ്റ്റ്യൻ നോക്കൂ. മാതൃക പോലെ മാറ്റി എഴുതുക. മര പ്ലസ് പലക മരപ്പലക. അപ്പൊ വെള്ളപ്പരപ്പ് നമുക്ക് എങ്ങനെ എഴുതാം? വെള്ള അധികം പരപ്പ്, അതായത് വെള്ള പ്ലസ് പരപ്പ് എന്താണ്? വെള്ളപ്പരപ്പ്. ഓക്കെ, കിട്ടിയല്ലോ. വെള്ള പ്ലസ് പരപ്പ് വെള്ളപ്പരപ്പ്. പ്രവർത്തനം 4 ഉപന്യാസമാണല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. കെട്ടുകല്യാണം അനാചാരമാണെന്നും അതിനുവേണ്ടിയുള്ള ആർഭാടവും ധൂർത്തും ഉപേക്ഷിക്കണമെന്നും ശ്രീനാരായണ ഗുരുജനങ്ങളോട് പറഞ്ഞ് നാം പാഠഭാഗത്ത് കണ്ടല്ലോ. ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിവാഹ ആഘോഷങ്ങളിൽ സ്ത്രീധനം ഉൾപ്പെടെ അനാവശ്യമായ ആർഭാടവും ധൂർത്തും അതുമൂലമുണ്ടാകുന്ന ദുരന്തങ്ങളും നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. വിവാഹ ആഘോഷങ്ങളിലെ അനാവശ്യ ആഡംബരം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. അപ്പൊ എന്താണ് ഉപന്യാസത്തിന്റെ വിഷയം എന്ന് പറയുന്നത്? വിവാഹാഘോഷങ്ങളിലെ അനാവശ്യ ആഡംബരം. നമുക്ക് ഉപന്യാസം നോക്കാം. വിവാഹാഘോഷങ്ങളിലെ അനാവശ്യ ആഡംബരം എന്ന ധൂർത്തിന്റെ പര്യായമായി മാറിയിരിക്കുന്നു. വിവാഹ നടത്തിപ്പുകാരുടെ സാമ്പത്തികോന്നതിയും പത്രാസും പ്രകടിപ്പിക്കാനുള്ള അവസരമായാണ് ഇതിനെ ഉപയോഗപ്പെടുത്തുന്നത്. ക്ഷണക്കത്തിൽ തുടങ്ങുന്നു ധൂർത്തിന്റെ അതിപ്രസരം. വിവാഹത്തിന്റെ തീയതിയും സ്ഥലവും ഓർമ്മപ്പെടുത്താനുള്ള ഉപാധി എന്നതിലുപരി വിലയേറിയ ആഡംബര വസ്തുവാണ് ഇന്നത്തെ ക്ഷണക്കത്തുകൾ. വരന്റെയും വധുവിന്റെയും വസ്ത്രം, പന്തൽ, ഭക്ഷണം, വിവാഹാനന്തര കാര്യങ്ങൾ തുടങ്ങിയവയെല്ലാം കോടികളാണ് സമ്പന്നരുടെ വിവാഹങ്ങളിൽ. ഈ അത്യാർഭാടവും ധൂർത്തും സമ്പന്നന്റെ ഈ ധാരാളിത്തം സാധാരണക്കാരനും അനുകരിക്കാൻ ശ്രമിക്കുകയും ഒടുവിൽ കടത്തിൽ മുങ്ങിത്താന്ന് ജീവിതം തകരുകയും ചെയ്യുന്നുവെന്നതാണ് എൻ്റെ ദുരന്തപൂർണമായ മറ്റൊരു വശം. വിവാഹധൂർത്ത് മൂലം കടക്കെണിയിലാകുന്ന കുടുംബങ്ങളുടെ എണ്ണം പെരുകുകയും വലിയൊരു സാമൂഹിക വിപത്തായി മാറുകയും ചെയ്യും. ജനപ്രതിനിധികളുടെയും സാമൂഹിക നേതാക്കളുടെയും കൂട്ടായ ചർച്ചകളിലൂടെ ഇതിനൊരു പ്രായോഗിക പരിഹാരം അനിവാര്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ വിവാഹാഘോഷങ്ങളിൽ അനാവശ്യ ആഡംബരം എന്ന വിഷയത്തിലൊരു ലഘു ഉപന്യാസം തയ്യാറാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 5 എന്താണ്? വർണ്ണനയാണ് അല്ലേ. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. സന്ധ്യയ്ക്ക് ആകാശത്ത് മേഘങ്ങൾ പല ചിത്രങ്ങൾ വരയ്ക്കുന്നു. പക്ഷികൾ കൂട്ടിലേക്ക് മടങ്ങണമെന്ന് മോഹിച്ചിട്ടും പറന്നു മതിയാകാതെ പിന്നെയും പിറ്റേയും ചുറ്റിപ്പറ്റുന്നു. കളിച്ചു മതിയാകാത്ത കുട്ടികളെ പോലെ ഇനി നിങ്ങൾ പോകൂ, ഇരുട്ടാകുന്നു എന്ന് കടൽ ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ടും ജനക്കൂട്ടം കടൽക്കരയിൽ തന്നെ തുടരുന്നു. സന്ധ്യാനേരത്തെ കടൽ തീരത്തെക്കുറിച്ചുള്ളൊരു വർണ്ണനയാണിത്. ഇരുവശവും നിറയെ പൂത്തുലഞ്ഞ മരങ്ങളുള്ള ഒരു നാട്ടിടവഴിയുടെ പ്രഭാത കാഴ്ചയെക്കുറിച്ച് വർണ്ണന തയ്യാറാക്കും. അപ്പൊ നമ്മൾ എന്തിനെ കുറിച്ചാണ് വർണ്ണന തയ്യാറാക്കേണ്ടത്? ഇരുവശവും നിറയെ പൂത്തുലഞ്ഞ മരങ്ങളുള്ള ഒരു നാട്ടിടവഴിയുടെ പ്രഭാത കാഴ്ചയാണല്ലേ. ഓക്കെ, നമുക്ക് എഴുതാം. വർണ്ണന എഴുതാം. പാതയ്ക്ക് ഇരുവശവും കാട്ടുപൂക്കളും വള്ളികളും പടർന്നു നിൽക്കുന്നു. അവയ്ക്ക് അതിശയിപ്പിക്കുന്ന വർണ്ണങ്ങൾ. ഇലയ്ക്കും തണ്ടിനും പഴത്തിനും കായ്ക്കും ഏതോ വർണ്ണഭ്രാന്ത്. വാരി വിതറിയ നിറങ്ങളുണങ്ങിയ പൂക്കളുടെ ധാരാളിത്തം വേറെ ചക്രവാളങ്ങളിലേക്ക് ആകാശം വളഞ്ഞുകുത്തി നിൽക്കുന്നു.
പാതയ്ക്കു താഴെ പുൽമൈതാനങ്ങളും മേച്ചിൽ പറമ്പുകളും ഗോതമ്പ് പാടങ്ങളും എങ്ങും ചെമ്മരിയാടുകളും അവയ്ക്കെല്ലാം മണി കെട്ടിയിട്ടുള്ളതിനാൽ കാറ്റിലൂടെ മൃദുല മണിനാദങ്ങൾ ഒഴുകി നടക്കുന്നു. തടിയൻ മൊയിലുകൾ വഴിക്കു വിലങ്ങനെ ചാടുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഇരുവശവും നിറയെ പൂത്തുലഞ്ഞ മരങ്ങളും നാട്ടിൽ പ്രഭാത കാഴ്ചയെക്കുറിച്ച് വർണ്ണന തയ്യാറാക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. വിക്ടോറിയ വെള്ളച്ചാട്ടം എന്ന പാഠം എസ്.കെ. പൊറ്റക്കാട്ടിന്റെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? പാതിരാസൂരിന്റെ നാട്ടിൽ, കാപ്പിരികളുടെ നാട്ടിൽ, നൈൽ ഡയറി. അപ്പൊ ഇതിൽ നിന്ന് ഏത് എടുത്തതാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം? അതെ, കാപ്പിരികളുടെ നാട്ടിൽ എന്നുള്ളതാണ് അല്ലെ. കാപ്പിരികളുടെ നാട്ടിൽ. then പ്രവർത്തനം 6 നോക്കാം നമുക്ക്. സംഭാഷണമാണ് അല്ലെ. പുഴ എന്ന പാഠത്തിൽ കല്ലായിപ്പുഴയെ നിങ്ങൾ അടുത്തറിഞ്ഞിട്ടുണ്ടല്ലോ ഇല്ലോ കൂട്ടുകാരെ. ഓക്കെ, then സ്കൂളിൽ നിന്ന് പഠനയാത്ര പോയപ്പോൾ നിങ്ങൾ കല്ലായിപ്പുഴയോട് കിന്നാരം പറഞ്ഞു. പുഴ തിരിച്ചും. നിങ്ങൾ പല വിശേഷങ്ങളും കൈമാറി. നിങ്ങൾ തമ്മിൽ നടന്നേക്കാവുന്ന സംഭാഷണം സങ്കല്പിച്ച് എഴുതുക. കുറഞ്ഞത് 5 സംഭാഷണമെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ നിങ്ങൾക്ക് 5 എണ്ണത്തിൽ കൂടുതൽ എഴുതാം. കുറവ് എത്രയാണ്? ഏറ്റവും കുറഞ്ഞത് 5 എണ്ണമെങ്കിലും വേണം. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. എനിക്ക് മഴയേക്കാൾ ഇഷ്ടം നിന്നെയാണ്. നീ കുത്തിയൊഴുകുന്നത് കണ്ടാൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. പുഴ എന്താ പറയുന്നത്? അത് എന്തുകൊണ്ടാണ് എന്നെ ഇത്രയധികം ഇഷ്ടം? നല്ല തെളിഞ്ഞ വെള്ളം കാണുമ്പോൾ എനിക്കതിൽ നീന്തി കളിക്കാൻ തോന്നാറുണ്ട്. പുഴ പറയാണ്, കുളിക്കാൻ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഒഴുക്കിൽ പെട്ടുപോയി നീ ഇല്ലാതെയാവും. നിനക്ക് വിശ്രമമില്ലേ? പുഴ എന്താ പറയുന്നത്? ഈ ഒഴുക്കു തന്നെയാണ് എൻ്റെ വിശ്രമം. നിന്റെ സൗന്ദര്യം എത്ര പറഞ്ഞാലും മതിയാവില്ല. അത്രയ്ക്കും മനം മയക്കുന്ന സൗന്ദര്യമാണ്. പുഴ എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? അതെല്ലാവരും പറയാറുണ്ട്. ഇളം നീര് പോലെ തെളിഞ്ഞ മധുരമുള്ള ജലമാണ് ഞാൻ. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഞാൻ തിരിച്ചു പോവുകയാണ്. ഇനി വരുമ്പോൾ നീ ഇവിടെ ഉണ്ടാവില്ലേ പുഴേ? അപ്പൊ പുഴ പറയാണ്, അറിയില്ല, കാരണം ഇന്നത്തെ പുത്തൻ തലമുറ എന്നെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യെസ്, ഇതുപോലെ ഒരു കോൺവെർസേഷൻ എഴുതാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടേതായ ഇമാജിനേഷൻ അനുസരിച്ച് നിങ്ങളുടേതായ വേർഡ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യെസ്, ഈ സംഭാഷണം എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.